ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ട്യൂട്ടോറിയൽ ഗിറ്റ് ട്യൂട്ടോറിയലാണ്. ഇന്ന് ഏറ്റവും പോപ്പുലറായി യൂസ് ചെയ്യുന്ന വെർഷൻ കൺട്രോളറാണ് ഗിറ്റ്. നമുക്കറിയാം ഗിറ്റിൻ്റെ ഉപയോഗങ്ങൾ ഇതാണ്. നമുക്ക് ഒരേ പ്രൊജക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് ഓരോ ചേഞ്ചസ് വരുത്തിയെല്ലാം നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ കഴിയും. അതുപോലെ നമ്മൾ ചെയ്ത ഫയൽസ് റിമോട്ട് ലൊക്കേഷനിൽ സേവ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പല ലൊക്കേഷനിലും പോയി ഡൗൺലോഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും കഴിയും. ഗിറ്റിൽ കുറച്ച് പ്ലാനുകൾ ഉണ്ട്. അതായത് നമുക്ക് ബേസിക് ഒരു 500 MB വരെ ഫ്രീ ആണ്. അതിൽ കൂടുതൽ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ പെയ്ഡ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. സാധാരണ ഈ പെയ്ഡ് ഓപ്ഷൻ എല്ലാം കമ്പനികളാണ് എടുക്കാറ്. കുറെ പ്ലാനുകളുണ്ട്. നമുക്ക് തൽക്കാലം ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി ഗിറ്റ് പഠിക്കാനല്ല. ഗിറ്റ് ചെയ്യാൻ വേണ്ടത് ഗിറ്റ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അത് നമുക്ക് ജസ്റ്റ് ഗിറ്റ് ഡൗൺലോഡ് കൊടുത്ത് സെർച്ച് ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. gitscm.com പോയിട്ടാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിലേതാണ് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് സെലക്ട് ചെയ്ത് മാക്ക് ആണെങ്കിൽ മാക്ക്, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് ആണ് എങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. എൻ്റെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇൻസ്റ്റാൾ കൊടുത്തതുകൊണ്ട് ഞാൻ വീണ്ടും ചെയ്യുന്നില്ല. പിന്നെ ഗിറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ആണെന്ന് അറിയണമെങ്കിൽ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് ഗിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ മതി. ഇത്രയും ഡീറ്റെയിൽസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഗിറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇല്ല, ഗിറ്റ് നോട്ട് റെക്കഗ്നൈസ്ഡ് കമാൻഡിൽ അങ്ങനെ എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ ഉറപ്പിക്കുക നമ്മുടെ കമ്പ്യൂട്ടറിൽ ഗിറ്റ് ഇല്ലാതെ. അപ്പോൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഗിറ്റിന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ഏത് ഫയൽ ലൊക്കേഷൻ പോയിട്ട് ടൈപ്പ് ചെയ്താലും ഇതുപോലെ വരണം. ഉറപ്പിക്കാൻ ഗിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൈമറി സെറ്റപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് വേണ്ടത് നമ്മൾ github.com പോയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. അതിൽ സൈനപ്പിൽ പോയാൽ ജസ്റ്റ് യൂസർ നെയിം, ഇമെയിൽ ID, പാസ്വേഡ് കൊടുത്തിട്ട് സൈനപ്പ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യാണ്. നമ്മൾ ഗിറ്റ് ലോഗിൻ ചെയ്ത് അങ്ങനെ ഒരു വിൻഡോ വരികയാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ 1-2 പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഒരു റെപ്പോസിറ്ററി ഇനിഷ്യലൈസ് ചെയ്യാൻ ചെയ്യേണ്ടത് ന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണ് നെയിം വേണ്ടത് വെച്ചാൽ ആ നെയിം കൊടുക്കുക. ഞാൻ ടെസ്റ്റ് 1 എന്ന് കൊടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, അത് ഓപ്ഷനിലാണെങ്കിൽ ഞാൻ കൊടുക്കുന്നില്ല തൽക്കാലം. പിന്നെ നമുക്ക് പബ്ലിക്, പ്രൈവറ്റ് ഉണ്ട്. പബ്ലിക് കൊടുത്താൽ എല്ലാവർക്കും കാണാൻ കഴിയും. പ്രൈവറ്റ് ആണെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. പ്രൈവറ്റ് കൊടുക്കണോ പബ്ലിക് കൊടുക്കണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. പബ്ലിക് കൊടുത്ത് നമ്മൾ പ്രോജക്റ്റിന്റെ കോഡെല്ലാം പബ്ലിക്കായിട്ട് ഗൂഗിൾ സെർച്ചിലെല്ലാം വരും. പ്രൈവറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ കഴിഞ്ഞ ഒരു ഇൻവൈറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഈ ഗിറ്റിന്റെ യൂസർ നെയിമോ അല്ലെങ്കിൽ ഇമെയിൽ ID ഒക്കെ കൊടുത്ത് നമുക്ക് നമ്മളെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ തൽക്കാലം പബ്ലിക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, റീഡ്മി ഫയൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. പിന്നെ ഗിറ്റ് ഇഗ്നോർ പറഞ്ഞാൽ അത് വേണമെങ്കിൽ അതൊന്നും ഓപ്ഷനിലാണ്. പിന്നെ വേണമെങ്കിൽ ലൈസൻസ് കൊടുക്കാം. നമ്മൾ ലൈസൻസ് ഒക്കെ സെലക്ട് ചെയ്ത് കുറെ ലൈസൻസ് വരും. നമ്മളെ ആൻഡ്രോയിഡ്, പക്ഷേ അങ്ങനെ കുറെ ലൈസൻസ് ഉണ്ടല്ലോ, അതെല്ലാം കൊടുക്കാൻ കഴിയും. എന്നിട്ട് ക്രിയേറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. അടുത്ത് കൊടുത്താൽ നമ്മൾ റീഡ്മി ഫയൽ മാത്രമേ ഉള്ളൂ. നമുക്കൊരു പാത്ത് കിട്ടും. നമ്മളെ ഗിറ്റ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ആയി. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു വേണ്ടി നമ്മൾ ഈ പാത്ത് കോപ്പി ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ ഏത് എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത് ആ എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ അഡോബ് ഡ്രീംവീവർ ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും എഡിറ്റർ ആണെങ്കിൽ അതിലുണ്ടാവും സൈറ്റ് എന്നുള്ള ഓപ്ഷൻ. ഡ്രീംവീവറിൽ ഞാൻ കാണിച്ചു തരാം. ഡ്രീംവീവറിൽ ഇങ്ങനെയാണ് ഉള്ളത്. സൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ന്യൂ സൈറ്റ് കൊടുക്കുക. സൈറ്റിന്റെ പേര് എന്ത് വേണമെങ്കിൽ കൊടുക്കാം.
ഞാൻ ടെസ്റ്റ് 1 തന്നെ കൊടുക്കുകയാണ്. എന്ത് വേണം കൊടുക്കുക. എന്നിട്ട് ഏത് ഫോൾഡറിലാണോ ഇത് സേവ് ചെയ്യേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്, ടെസ്റ്റ് 1. ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡർ നെയിം എല്ലാം കൊടുക്കാം. നമ്മൾ അവിടെ കൊടുത്താൽ അത് തന്നെ, ഗിറ്റ് ഹബിൽ കൊടുത്താൽ അത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അത് കഴിഞ്ഞിട്ട് അസോസിയേറ്റ് ഗിറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരിക്കലും ഈ ഡ്രീം വ്യൂറിൽ ടിക്ക് ചെയ്യാൻ കഴിയില്ല. ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഡ്രീം വ്യൂറിൽ ഇത് ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ക്ലോൺ ചെയ്യാം. നമ്മൾ ഓൾറെഡി ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലോൺ ചെയ്യാം. ആ പാത്ത് കൊടുക്കുക, ഉണ്ടാക്കിയ പിന്നെ നമ്മൾ രജിസ്റ്റർഡ് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടല്ലോ അത് തന്നെ ഇവിടെ കൊടുക്കുക. നമ്മൾ എന്താണോ ഗിറ്റ് ഹബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച യൂസർ നെയിം പാസ്വേഡ് അത് തന്നെ ഇവിടെ കൊടുക്കുക. സേവ് ക്രെഡൻഷ്യൽ കൊടുക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്ത് സക്സസ് ആണെങ്കിൽ സക്സസ്ഫുൾ മെസ്സേജ് വരും. അതിനൊരു 1-2 സെക്കൻഡ് പിടിക്കും ടെസ്റ്റ് ചെയ്ത് വരാൻ. ഓക്കെ, സക്സസ്ഫുള്ളി കണക്റ്റഡ്. ഓക്കെ, ഞാൻ സേവ് ഒന്ന് കൊടുത്തു. ഓക്കെ, അത് റെഡി ആയി. അപ്പൊ നമുക്ക് ഫയൽ ലൊക്കേഷൻ പോയി നോക്കാം. www.test1 ആണ്. നമ്മൾ റീഡ്മി ഫയൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ഫയൽ പുതിയ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒരു index.html കൊടുത്തു. റെഡി ആയില്ല. നമുക്ക് ഡ്രീം വ്യൂറിൽ തന്നെ പോയി ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ആ ലൊക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ സിയില് വാമ്പ് 64w test1 എന്നുള്ളത് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് ഫയല് index.html കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് ഗിറ്റ് മാനേജ് ചെയ്യാണ്. വിൻഡോ ഇതില് ഡ്രീം വേൾഡിൽ ഒരു വിൻഡോ ഉണ്ട് ഗിറ്റ് നല്ല, അത് വെച്ച് മാനേജ് ചെയ്യാം. അപ്പൊ നമുക്ക് അൺട്രാക്ക്ഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യണം. എന്നിട്ട് കമ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ നമുക്ക് എന്ത് മെസ്സേജ് വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ പറയാ ഇൻഡെക്സ് ക്രിയേറ്റഡ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ വെർഷനോ അങ്ങനെ എന്ത് വേണമെങ്കിലും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഫസ്റ്റ് ടൈം ഒരു നെയിമും ഇമെയിൽ ഐ ഡി നമ്മൾ കൊടുക്കണം. അതായത് ഏത് യൂസറെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ ഡമ്മി കൊടുക്കണം. എന്ത് വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ ഏത് നെയിമും ഇമെയിൽ ഐ ഡി കൊടുക്കാം. ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഒരു ഓപ്ഷൻ വരും ഗിറ്റ് പുഷ്. ഇങ്ങനെ ഈ പുഷ് കൊടുത്താൽ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കമ്മിറ്റ് കൊടുക്കണം. കമ്മിറ്റ് വന്നിട്ട് പുഷ് കൊടുത്താൽ അത് നമ്മളെ ഗിറ്റ് ഹബിന്റെ സെർവറിൽ പോകും. പുഷ് കൊടുക്കണേ. ഇതിൽ കുറച്ച് ഓപ്ഷൻ ഉണ്ട്, പുഷ്, കറന്റ് ബ്രാഞ്ച്, അങ്ങനെ കുറച്ച്. യൂസർ നെയിം പാസ്വേഡ് നമ്മൾ സേവ് ചെയ്തുകൊണ്ട് അത് ഇവിടെ കൃത്യം വരും. ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ, അത് ഗിറ്റ് ഹബിൽ അപ്ലോഡ് ചെയ്യും. നമുക്ക് അവിടെ പോയി നോക്കാം index.html വന്നിട്ടുണ്ടോന്ന്. ആ പേജ് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ട, നമ്മളുണ്ടാക്കിയ index.html വന്നിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോ നമുക്കൊന്ന് ഇവിടെ ഒരു ഫയൽ ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ഫയല്, ഒരു ഫയൽ നെയിം കൊടുക്കുകയാണ് test.html കൊടുത്ത് കമ്മിറ്റ് ന്യൂ ഫയൽ കൊടുക്കുക. എന്നിട്ട് അവിടെ test.html ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സെർവറിൽ ഗിറ്റ് ഹബിൽ. ഇനി അങ്ങനെ അതിപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇതിൽ വരില്ല, ഒരിക്കലും ഫോൾഡറിൽ ഇവിടെ ഒന്നും വരില്ല. അതെങ്ങനെ ഫുൾ ചെയ്തെടുക്കാന്ന് കാണിച്ചു തരാം. ആദ്യം ഇവിടെ പോവുക, നമ്മളെ എഡിറ്ററിൽ ഡ്രീം വ്യൂറിൽ പോവുക. എന്നിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫെച്ച് ആൾ റിമോട്ട്സ് ആൻഡ് റിഫ്രഷ് എന്നുണ്ട്. ആ റിഫ്രഷ് കൊടുക്കുക. അപ്പൊ കണ്ടോ, അത് വന്നു. ഒരു ഫയൽ ഉണ്ട് പുള്ളിയാന്ന് പറഞ്ഞിട്ട്.
നമ്മൾ git pull കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഫോൾഡർ ലൊക്കേഷൻ പോയി നോക്കാം. കണ്ടോ, ടെസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമുക്ക് അങ്ങോട്ട് പുള്ള് ചെയ്യാം, ഇങ്ങോട്ട് എടുക്കാം, ഓരോ കാര്യങ്ങൾ. ഇനിയിപ്പോ ഇതല്ല, നമുക്ക് നമ്മളെ സിസ്റ്റത്തിൽ തന്നെ ഓൾറെഡി ഉള്ള ഒരു പ്രൊജക്ട് എങ്ങനെയാണ് ആ ഗിറ്റ് റെപ്പോസിറ്ററിക്ക് കൊടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പുതിയതായിട്ട് നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാം. നമ്മളിപ്പോ ഇപ്പൊ മുന്നേ ചെയ്തത് നമ്മൾ സെർവറിൽ ഒന്ന് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തത്. നമുക്ക് നേരെ തിരിച്ച് നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്താൽ കാണിച്ചാൽ, അതിൽ സൈറ്റിൽ പോവുക, ന്യൂ സൈറ്റ് എടുക്കുക. ഞാൻ ഇതിന് ടെസ്റ്റ് 2 എന്ന് കൊടുക്കുക. ഇവിടുത്തെ ഫോൾഡർ ഉണ്ടാക്കി ടെസ്റ്റ് 2. ഓക്കെ, ഇനി അസോസിയേറ്റ് ഗിറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യ ഗിറ്റ് റെപ്പോസിറ്ററി നമ്മൾ സെർവറിൽ ഒരു ടച്ച് ചെയ്യില്ല, നമ്മളെ കമ്പ്യൂട്ടറിൽ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പൊ നമുക്ക് ടെസ്റ്റ് 2 ഉണ്ടാക്കി ഡീഫാൾട്ട് ആയിട്ട് ഒരു ഗിറ്റ് ഉള്ള ഇത് മാത്രമേ വന്നിട്ടുള്ളൂ ഫയൽ. നമ്മൾ ഇതിൽ കുറച്ച് ഇതുണ്ടാക്കാം. ഫയൽ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി നമ്മള് കുറച്ച് കാര്യങ്ങൾ ചെയ്തിപ്പോ കുറച്ച് ഉണ്ടാക്കി. ഇനിയിപ്പോ നമുക്ക് ഇത് ഗിറ്റ് ഹബ്ബിക്ക് കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മളെ കമ്പ്യൂട്ടറിൽ മാത്രമേ ഗിറ്റ് ഹബ്ബിലില്ല. അതിന് ചെയ്യേണ്ടത് ഇതാണ്, ക്രിയേറ്റ് റിമോട്ട്. ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഇതില് അത് കൊടുക്കുക. അപ്പൊ ഇത്ര വരും. നമ്മൾ റിമോട്ടിന്റെ നമ്മൾ എന്ത് ഡെമോ ആണ് കൊടുക്കുക, ടെസ്റ്റ് 2 കൊടുക്കുക. പിന്നെ URL ഓഫ് റിമോട്ട് കൊടുക്കും. അപ്പൊ അതിന് URL നമ്മൾ ഓൾറെഡി ഉണ്ടാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, നമ്മളെ ഗിറ്റിൽ പോവുക, റെപ്പോസിറ്ററി പോവുക, എന്നിട്ട് കൊടുക്കുക, ഒരു പുതിയ പ്രൊജക്ട് ഉണ്ടാക്കാം. ഞാൻ ടെസ്റ്റ് 2 കൊടുത്തു. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് പുതിയൊരു URL കിട്ടിയിട്ടുണ്ട്. പുതിയ അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ പോലെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. ടെസ്റ്റ് ചെയ്ത് നോക്കാം യൂസർ നെയിം പാസ്വേഡ് ഓക്കെ ആണോ, സക്സസ് ആണ്. ഓക്കെ കൊടുത്ത്. അപ്പൊ അത് നമ്മളെ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊജക്ട് ഗിറ്റ് ആയി കണക്ട് ചെയ്ത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ പോലെ കമ്മിറ്റ് കൊടുക്കുക. നമ്മളെ ഫയൽസ് എന്താ കമന്റ്സ് വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് ടൈം ഒരു യൂസർ നെയിം പേര് ചോദിക്കും, ഇമെയിൽ ID അത് കൊടുത്താൽ മതി. സെക്കൻഡ് ടൈം പിന്നെ ഒരിക്കലും പേര് യൂസർ നെയിം ചോദിക്കില്ല, പേരും ഇമെയിൽ ID ചോദിക്കില്ല. അപ്പോൾ പുള്ളി ഓപ്ഷൻ കൊണ്ട് ഗിറ്റ് പുള്ള് കൊടുക്കുക, സോറി പുഷ് കൊടുക്കുക. ഓക്കെ, സെർവറിലേക്ക് അപ്ലോഡ് ആയി. ഞങ്ങൾക്ക് സെർവർ ഒന്ന് ഗിറ്റ് ഹബ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇത്ര ഫയൽസ് വന്നു. ഇങ്ങനെയാണ് ഓൾറെഡി ഉള്ളത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഓൾറെഡി ഉള്ളത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതും, പിന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഓൾറെഡി ചെയ്ത പ്രൊജക്ട് ഗിറ്റാബിലേക്ക് അപ്ലോഡ് ചെയ്ത് 2 രീതി ഞാൻ പറഞ്ഞു തന്നു. ഇനി വേറെ ഒരു ഡൗട്ട് ഉണ്ടാവുക, നമുക്കിപ്പോ കുറെ റെപ്പോസിറ്ററി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും ഗിറ്റിന്. എങ്ങനെയാണ് ഗിറ്റിന് ഡിലീറ്റ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ടെസ്റ്റ് 2 സെലക്ട് ചെയ്തു. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം, ആവശ്യമില്ല. അതിന് ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ പോവുക, എന്നിട്ട് ഏറ്റവും സ്ക്രോൾ ചെയ്ത് ഏറ്റവും അടിയിൽ വന്നാൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡേഞ്ചർ സോണില് ഡിലീറ്റ് ദിസ് റെപ്പോസിറ്ററി കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള വിൻഡോ വരും. പിന്നെ പ്ലേസ് ടൈപ്പ് നമ്മൾ റെപ്പോസിറ്ററിന്റെ നെയിം കൂടെ കൊടുക്കണം. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട്
ഐ അണ്ടർസ്റ്റാൻഡ് ദ കൺസിക്വൻസ് ഡിലീറ്റ് റെപ്പോസിറ്ററി കൊടുക്കുക. ഇത്രയും കൊടുത്താൽ കേട്ടോ ഡിലീറ്റ് ടൈപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യാൻ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഡ്രീം വ്യൂവർന്ന് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ സൈറ്റിൽ പോവുക, മാനേജ് സൈറ്റിൽ പോവുക, ഇതിലുണ്ടാവും ലിസ്റ്റ് ചെയ്തിട്ട് മൈനസ് ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്താൽ ഡ്രീം വ്യൂവർന്നും അതുപോലെ ഡിലീറ്റ് ആയി പോയിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഗിറ്റിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കൂട്ടുകാരിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്കടിയിൽ കമന്റ് ചെയ്തോളൂ, ഞാൻ മറുപടി തരാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.